ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പപ്പടം കൊണ്ടൊരു സമൂസ ഉണ്ടാക്കിയാലോ? സമൂസ ഷീറ്റ് ഒന്നും ഇല്ലാതെ വീട്ടിൽ പപ്പടം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മീഡിയം സൈസ് സവോള ഒരു 2 എണ്ണം നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ക്യാരറ്റൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. കുട്ടികൾ കഴിക്കാത്തവരാണെങ്കിൽ ഇതിനകത്തിട്ടാൽ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടി വഴറ്റിയ ശേഷം പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തുടഞ്ഞ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയേ. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് മസാല എല്ലാം കൂടി യോജിപ്പിച്ച് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം എടുക്കുമ്പോഴത്തേക്ക് നൈസായിട്ടുള്ളതും വലുപ്പത്തിലുള്ളതുമായിട്ടുള്ള പപ്പടം തിരഞ്ഞെടുക്കണേ. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഓരോ പപ്പടവും ഫില്ലിങ്സ് ചേർത്തിട്ട് സമൂസയുടെ ഷേപ്പിലേക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 സൈഡ് ആദ്യം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഫില്ലിങ്സ് അതിനകത്തേക്ക് വെച്ച് 3ാമത്തെ സൈഡും ഒട്ടിച്ചെടുക്കുക കേട്ടോ. വെള്ളത്തിൽ തന്നെ പപ്പടം ഒട്ടുന്നതാണ്. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് കട്ടിയുള്ള പപ്പടമാണെങ്കിൽ നമുക്ക് സൈഡിൽ കുറച്ച് മൈദമാവ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ പപ്പടം അറിയാമല്ലോ, എളുപ്പത്തിൽ തന്നെ പൊള്ളി വരും. അതുപോലെ തന്നെ ചൂടോടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസോ അതുകൂട്ട് തന്നെ മയോണൈസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പപ്പടം ആയതുകൊണ്ട് ഫില്ലിങ്സിലധികം ഉപ്പ് ചേർക്കരുത് കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.